ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. പണ്ട് മുതലേ മനുഷ്യർ യാത്രകളെയും യാത്രാ മാർഗങ്ങളെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതിന്റെ ഫലമായാണ് ഇന്ന് നമ്മൾ കാണുന്ന പല യാത്രാ മാർഗങ്ങളുടെ കണ്ടുപിടുത്തവും അതുപോലെ അതൊക്കെ നിലവിൽ വരാനും തുടങ്ങിയത്. പണ്ട് കാലത്തെ ആളുകളാണെങ്കിൽ അവർ പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്നത് നടന്നുകൊണ്ടായിരുന്നു. ഈ ഒരു കാൽനട യാത്രയുടെ പരിധി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം പിന്നീട് അവർ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത്. ദൂരസ്ഥലങ്ങളിലോട്ടുള്ള യാത്ര അപ്പോഴും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. തുടർന്നുള്ള മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഈ യാത്ര എന്ന് പറഞ്ഞ ഈ ഒരു സങ്കല്പത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അതായത് ഇപ്പം റോഡ് മാർഗം, കടൽ മാർഗം, വായുമാർഗം ഒക്കെയുള്ള യാത്രകൾ അത് മനുഷ്യർ കീഴടക്കിയതോടെ പിന്നീട് അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ, അതായത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു ടെക്നോളജി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു. പല രാജ്യങ്ങളും ഇതിനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. നിലവിൽ വിമാനങ്ങൾ വഴിയുള്ള യാത്രയാണ് ഏറ്റവും വേഗതയുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള യാത്രാ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ ടെസ്ലയുടെ സ്ഥാപകനായ ഇലോൺ മസ്ക് 2013 ഒരു പുതിയ ടെക്നോളജി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഹൈപ്പർലൂപ്പ്. ഒരു വാക്വം ട്യൂബിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന വാഹനമാണ് ഹൈപ്പർലൂപ്പ് എന്ന ആശയത്തിന് പിന്നിൽ. അവതരിപ്പിച്ച സമയത്ത് ഇത് നടക്കാത്ത സ്വപ്നമാണ് എന്ന് പറഞ്ഞു തള്ളിയെങ്കിലും പിന്നീട് ഈ ആശയം സാധ്യമാണ് എന്ന് വിലയിരുത്തപ്പെട്ടു. തുടർന്ന് മിക്ക രാജ്യങ്ങളും ഈ ഒരു സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുകയുണ്ടായി. പിന്നീട് വളരെ വലിയൊരു മുന്നേറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ വർഷം ജൂലൈയിൽ ഇലോൺ മസ്കിന്റെ കമ്പനി തന്നെ മുൻകൈ എടുത്ത് സംഘടിപ്പിച്ച ലോകമെമ്പാടുമുള്ള ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകൾ നിർമ്മിച്ച ഹൈപ്പർലൂപ്പ് എന്ന സംവിധാനത്തിന്റെ മാതൃക അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിലേക്ക് 20 ടീമുകളെയാണ് ആകെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവയിൽ ഒന്ന് ചെന്നൈ IITയുടേതാണ് എന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഭാവിയുടെ യാത്രാ സങ്കല്പം എന്ന നിലയിലാണ് ഇലോൺ മസ്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പോഡുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ പോഡുകൾ പ്രത്യേകം നിർമ്മിച്ച ട്യൂബിലൂടെ, അതായത് ടണലിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. കാന്തികമായാണ് പോഡുകൾ ട്യൂബിലൂടെ നീങ്ങുക. അതുപോലെ ഇത് നിലവിലുള്ള റോഡുകൾക്കൊപ്പമോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കുകൾക്കൊപ്പമോ ആയിരിക്കില്ല ഇത് നിർമ്മിക്കുന്നത്. പകരം ഇത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നിർമ്മിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടത്തിൽ ഹൈപ്പർലൂപ്പ് മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. ഹൈപ്പർലൂപ്പിന്റെ ഈ ഒരു വേഗത അനുസരിച്ച് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്താൻ ഏകദേശം 2.25 മണിക്കൂർ മതിയെന്നും പറയുന്നു. വിമാനത്തിലാണെങ്കിൽ 3 മണിക്കൂറും, അതുപോലെ ട്രെയിനിലാണെങ്കിൽ 3 ദിവസവും, റോഡ് മാർഗമാണെങ്കിൽ 50 മണിക്കൂറും എടുക്കുന്ന ദൂരമാണ് ഈ ഒരു ഹൈപ്പർലൂപ്പ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്താൻ സാധിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി മുതൽ വാഷിംഗ്ടൺ DC വരെ സഞ്ചരിക്കാൻ ഏറ്റവും വേഗത കൂടിയ ട്രെയിനിന് 3 മണിക്കൂർ സമയം വേണമെങ്കിൽ ഇലോൺ മസ്കിന്റെ ഈ സാങ്കല്പിക യാത്രാ സംവിധാനത്തിന് അരമണിക്കൂറിൽ കുറവ് സമയമേ വേണ്ടുള്ളൂ. ഇലോൺ മസ്കിന്റെ കമ്പനി നടത്താനിരിക്കുന്ന എക്സിബിഷനിൽ ഏഷ്യയിൽ നിന്നുള്ള ഏക ടീം എന്ന് പറയുന്നത് ചെന്നൈ IITയിലെ 30 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ടീമാണ്. അവരുടെ ഹൈപ്പർലൂപ്പിന് അവർ പേരിട്ടിരിക്കുന്നത് ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് എന്നാണ്. കാലിഫോർണിയയിൽ വെച്ചാണ് ഈ ഒരു എക്സിബിഷൻ നടത്താനിരിക്കുന്നത്. ആവിഷ്കാർ ഹൈപ്പർലൂപ്പിന് 3 മീറ്ററാണ് നീളം വരുന്നത്. ഒറിജിനൽ ഹൈപ്പർലൂപ്പിന് 7 മീറ്റർ വരെ ആകാം. മുംബൈക്കും പൂനെയ്ക്കും ഇടയിൽ ഹൈപ്പർലൂപ്പ് സംവിധാനം നടപ്പാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ടെക് ന്യൂസ് എല്ലാവർക്കും എന്നത്തെയും പോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.